റിയാസ്, കൊയിലാണ്ടി ഗുരുദേവ് കോളേജിലെ സംഘർഷത്തിൽ 15ഓളം SFI പ്രവർത്തകർക്കും കോളേജ് പ്രിൻസിപ്പാളിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ കേസെടുത്തു. കൊയിലാണ്ടി പോലീസാണ് കേസെടുത്തത്. സംഘടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടത്. എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നടപടികൾ? ഇന്നലെയാണ് കൊയിലാണ്ടി ഗുരുദേവ് കോളേജിൽ ഇത്തരത്തിലൊരു സംഘടന നടന്നത്. നമ്മൾ CCTV ദൃശ്യത്തിൽ കാണുന്നത് ആദ്യം SFI പ്രവർത്തകർ വന്ന് പ്രിൻസിപ്പാളിനെ മുഖത്തടിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു രംഗം എന്ന് പറയുന്നത് SFI പ്രവർത്തകരും പ്രിൻസിപ്പളും തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ഒരു ഇതാണ് കാണുന്നത്. എന്തായാലും 3 പേർക്ക് ഇതിൽ പരിക്കേറ്റിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഗുരുദേവ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സുനിൽ ഭാസ്കർ, സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള KP രമേശൻ, SFIയുടെ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് BR അഭിനവ് എന്നിവരെ ഇന്നലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവിഭാഗത്തിന്റെയും പരാതിയിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് SFI പ്രവർത്തകർ നൽകിയ പരാതിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനും ഒപ്പം തന്നെ സ്റ്റാഫ് സെക്രട്ടറി KP രമേശിനുമെതിരെ പോലീസ് കേസെടുത്തു. അതായത് ആക്രമിച്ചു, വധഭീഷണി മുഴക്കി എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. അതേസമയം തന്നെ ആക്രമിച്ചു എന്ന വകുപ്പ് ചാർത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിന്റെ പരാതിയിൽ അഭിനവ് അടക്കമുള്ള 15ഓളം കണ്ടാലറിയാവുന്ന SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് കോളേജിലേക്ക് SFIയുടെ മാർച്ച് അല്പസമയത്തിനകം നടക്കാനിരിക്കുകയാണ്. ഈ പ്രിൻസിപ്പളെയും ഒപ്പം തന്നെ സ്റ്റാഫ് സെക്രട്ടറിയെയും പുറത്താക്കണമെന്നാണ് അവരുടെ ആവശ്യം. പ്രധാനമായും ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ച സംഭവം എന്ന് പറയുന്നത് കോളേജിലെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനുള്ള ഒരു അനുമതി തേടി ഈ പ്രിൻസിപ്പളുടെ ഓഫീസിന് മുൻപിലെത്തുന്നു. ആ സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് അവിടെ കാത്തിരിക്കണം എന്ന് SFI പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. എന്നാൽ SFI പ്രവർത്തകർ അതിന് തയ്യാറായില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. തുടർന്ന് തന്നെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം പ്രിൻസിപ്പൽ സമർത്ഥിക്കുന്നുണ്ട്. തിരിച്ച് അതിനുശേഷമാണ് വാക്കേറ്റമുണ്ടായത്. അത് പ്രിൻസിപ്പൽ SFI പ്രവർത്തകരെയാണ് കയ്യേറ്റം ചെയ്തതെന്ന് SFI പ്രവർത്തകരും ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുകയാണ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും കൊയിലാണ്ടി പ്രിൻസിപ്പൽ SI ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസിലെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. എന്തായാലും ഇപ്പോൾ ഇരുവിഭാഗത്തിലെയും ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 15ഓളം SFI പ്രവർത്തകർക്കെതിരെ പ്രിൻസിപ്പലിന്റെ പരാതിയിലും പ്രിൻസിപ്പലിനും ഒപ്പം സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ SFI പ്രവർത്തകരുടെ പരാതിയിലുമാണ് കേസെടുത്തിട്ടുള്ളത്. ശരി, റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.